പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളുടെ ഒരു ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നാളെ നമുക്ക് പറയണം. ഇന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വം ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നേതാവാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അമാനുഷികമായ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നേതാവാണ്. ആ നേതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയട്ടെ, എന്നിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി ദുആ ചെയ്യാം. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം തനമീ. നമ്മുടെ നേതാവാരാണ്. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. വ്യക്തിപ്രഭാവത്തിലെ അതുല്യമായ ജ്യോതിസാണ്. എൻ്റെ ഉമ്മമാരെ, നിങ്ങളെ തൊട്ടുണർത്തേണ്ട ചില ഉപദേശങ്ങളിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിവാരങ്ങളെ മാറ്റിയെഴുതിയില്ലെങ്കിൽ ക്ഷേമകരമായ ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല. കൈത്തണ്ടയിൽ കിടന്ന് തത്തിക്കളിച്ച കുഞ്ഞുമോൻ മാറത്തെ കടാരയിറക്കുന്ന കാലം വന്നപ്പോ വീണ്ടും വിചാരമില്ലെങ്കിൽ അപകടമല്ലേ? കയ്യിൽ പിടിച്ച് വാത്സല്യത്തോടെ പള്ളിയിൽ കൊണ്ടുപോയ പൊന്നമോൻ നിങ്ങൾക്കെതിരെ പടവാളോങ്ങുന്ന കാലം വന്നത് അപകടമല്ലേ? നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ? അതിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന്റെ പ്രബോധകരായി മക്കയിൽ നിലകൊള്ളുന്ന ആദ്യകാലമാണ്. അബൂജഹൽ എന്ന് പറയുന്ന പ്രധാന എതിരാളിയാണ്. ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി, ഒന്നും വിജയിക്കുന്നില്ല. സത്യത്തിന്റെ മുമ്പിൽ അസത്യത്തിന് വിജയമില്ല. അവസാനം അയാൾ ചെല്ലുകയാണ് ഷാം എന്ന് പറയുന്ന സിറിയയിലെ നാടുവാഴിയായ അമീറുശ്ശാം, ഷാമിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അയാളിലേക്കൊരു ലെറ്റർ അയക്കുകയാണ്. അല്ലയോ അമീറുശ്ശാം, ഹബീബ് ഇബ്നു മാലിക്, ആമുഖങ്ങൾ കഴിഞ്ഞ് പറയട്ടെ, ഖദ് ളഹറ ബൈനനാ റജുലുൻ സാഹിറുൻ കദ്ദാബുൻ യദ്ദഈ റബ്ബൻ വാഹിദൻ വദീനൻ ജദീദാ. അല്ലയോ ഷാമിലെ അമീറേ, ഭരണാധികാരി, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരണക്കാരനാണ്, കളവാണ് പ്രചരിപ്പിക്കുന്നത്. ഏകനായ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. പുതിയ മതമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതായ സുബ്ബു ആലിഹതന, നമ്മുടെ ബഹുദൈവങ്ങളെ ചീത്ത പറയുന്നുണ്ട്. വകുല്ലമാ ഖാബൽനാഹു ബിൽ ഹുജ്ജത്തി ഗലബ അലൈനാ, എപ്പോഴെല്ലാം ഞങ്ങൾ സംവദിക്കാൻ പോയോ അപ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫല്യൗം, ഇന്നത്തെ ദിവസം ളഉഫ ദീനുക വദീനു ആബായിക, നിങ്ങളുടെയും നിങ്ങളുടെ പ്രപിതാക്കളുടെയും മതം ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് വേഗം ഞങ്ങളുടെ നാട്ടിലേക്ക് വരണേ, അദ്ദേഹത്തോടൊന്ന് സന്ധിക്കണേ. ഹബീബ് ഇബ്നു മാലിക് എന്ന ഷാമിലെ ഭരണാധികാരിക്ക് അബൂജഹൽ എഴുതിയ ലെറ്ററാണ്. ഉടനെ തന്നെ ഹബീബ് ഇബ്നു മാലിക് എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചു. 12 പട്ടാളക്കാര് കൂടെയുണ്ട്. മക്കയുടെ പരിസര പ്രദേശത്ത് വന്നിറങ്ങി അബൂജഹലിനെ വിവരമറിയിച്ചു. അബൂജഹൽ ഹബീബിനെ സ്വീകരിച്ചിരുത്തി.
എന്നിട്ട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം. അല്ല, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ അബൂജഹലും കൂടെയുള്ളവരും പറഞ്ഞു, നഅരിഫുഹു ഫിസ്സിദ്ഖി ഫീ സിഗരിഹി, ചെറുപ്പകാലത്ത് വലിയ സത്യസന്ധനായിരുന്നു. വലമ്മാ ബലഗ ഉംറു 40 സന, 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. പുതിയൊരു മതം അദ്ദേഹം അവതരിപ്പിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അബൂജഹല് പറയുകയാണ്. അപ്പോൾ ഹബീബ് ബിൻ മാലിക് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം വരാൻ സമ്മതമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം, വരാൻ സമ്മതമില്ലെങ്കിൽ നിർബന്ധമായി ബലാത്കാരമായി ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും പിന്നിലായി ഖദീജ റളിയല്ലാഹു അൻഹയും വരികയാണ്. നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് നല്ല തലപ്പാവണിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ബിൻ മാലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വഅബൂബക്കറിൻ അൻ യമീനിഹി വഖദീജത്തു മിൻ ഖൽഫിഹി, വലതുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പിന്നിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഫലമ്മാ റഅൻ നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വന്നപ്പോ ഖാമ ഇക്റാമൻ ലഹു അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ വന്നയാൾ, പക്ഷേ തങ്ങൾ മുന്നോട്ട് വന്നപ്പോഴേക്ക് യാന്ത്രികമായി അയാൾ എഴുന്നേറ്റു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൂറു യതലഅലഉ ഫീ വജ്ഹിഹി, അവിടെ ഇരുന്നപ്പോൾ നിന്ന് പ്രകാശം ഇങ്ങനെ പ്രഭവിക്കുകയാണ്, വെളിച്ചം അടിച്ചു വീശുകയാണ്. എല്ലാ നാവുകളും അടങ്ങിപ്പോയി. വവഖഅത്തിൽ ഹൈബത്തു അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢിയുടെ മുമ്പിൽ എല്ലാവരും വിനീതരായി നിൽക്കുകയാണ്. ഉടനെ ഹബീബ് പറയുകയാണ്, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അന്ത തഅലമു അന്ന ലിൽ അംബിയാഇ, അംബിയാക്കന്മാർക്ക് മുഅ്ജിസത്തുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മുഅ്ജിസത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തഗീബ അശ്ശംസു വതഖറുജൽ ഖമർ, ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണം, ചന്ദ്രൻ രംഗത്ത് വരണം, എന്നിട്ട് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരണം, 2 പിളർപ്പായി മാറണം, എന്നിട്ടത് ആകാശത്തിലേക്ക് ഉയരണം, നല്ല തികഞ്ഞ ഖമറായി അവിടെ നിൽക്കണം. ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അപ്പോൾ ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ കാട്ടിത്തന്നാൽ അത്തുഅ്മിനു ബി, നിങ്ങൾ ഈമാൻ സ്വീകരിക്കുമോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, നഅം ബിശർതി അൻ തുഖ്ബിറ ബിമാ ഫീ ഖൽബി, ഒരു നിബന്ധന കൂടിയുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ പറയണം, അതുകൂടി പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അബൂ ഖുബൈസ് പർവതത്തിന്റെ മേലെ കയറി വസല്ലാ റകഅതൈനി, 2 റകഅത്ത് നിസ്കരിച്ചു. ഫദഅഹ റബ്ബഹു, അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് ഹബീബായ തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സാമർത്ഥ്യത്തോടെ നിൽക്കുകയാണ്. ആകാം തരക്കേടില്ല.
2 റക്അത്ത് നിസ്കരിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ തആല സഖറ ലക അശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ. ആകാശഭൂമികളും സൂര്യചന്ദ്രാദികളും രാപ്പകലുകളും തങ്ങൾക്ക് കീഴൊതുക്കി തന്നിട്ടുണ്ട്. തങ്ങൾ വിഷമിക്കേണ്ടതില്ല. സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ ഉദിക്കും, അത് തങ്ങളുടെ സന്നിധാനത്തിൽ വരും, 2 പിളർപ്പായി മാറും. അല്ലാഹു അവിടുത്തേക്ക് അത് അനുവദിച്ചു തന്നിരിക്കുന്നു. പിന്നെ അയാൾ ഒരു രഹസ്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, അവൾ വികലാംഗയാണ്, കൈകളില്ല, അംഗഭംഗങ്ങളുള്ളതാണ്. അവർ വീട്ടിലുണ്ട്. അവർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അത് മടക്കി കിട്ടും എന്ന് പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തു. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ഇബ്നു മാലിക്കിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ടതാ സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രത്യക്ഷമായി. فأشار بإصبعه عليه الصلاة والسلام إلى الشمس فركضت حتى غابت واشتد الظلام وطلع القمر بدرا منيرا فأشار إليه بإصبعه فجعل القمر يركض ركضا حتى نزل إلى الأرض فانفلق فلقتين. സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ വന്ന് ചന്ദ്രൻ അവതരിച്ച് 2 പിളർപ്പുകളായി മാറി. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു. ചന്ദ്രൻ 2 പിളർപ്പായി അങ്ങ് മാറുകയാണ്. ثم عاد قمرا منيرا. പിന്നെ ചന്ദ്രൻ പ്രഭാവിതമായി ഉയർന്നു വരികയാണ്. ثم عادت الشمس كما كانت. പിന്നെ സൂര്യൻ പൂർവസ്ഥിതിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ബോധ്യമായി, അതേ ഈ പ്രവാചകന്റെ മുഅ്ജിസത്ത് ശരി തന്നെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ബോധ്യമായിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യം, എന്റെ ഒരു നിബന്ധന ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള നിബന്ധന എന്താണ്? എന്റെ ഉള്ളിലുള്ള കാര്യം പറയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ, നിങ്ങൾക്കൊരു മകളില്ലേ? അവള് വികലാംഗയല്ലേ? അവള് വീട്ടിലല്ലേ? ആ മകളുടെ അവയവങ്ങൾ എല്ലാം മടക്കി നൽകിയിട്ട് അംഗഭംഗങ്ങളില്ലാത്ത അന്യൂനയായി മാറിയിട്ടുണ്ട്. ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഹബീബ് ഇബ്നു മാലിക്, യാ അഹ്ല മക്ക, ഓ മക്കക്കാരെ, ഈമാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ നിഷേധിക്കൂല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെ. ഞാനിതാ അംഗീകരിച്ചിരിക്കുകയാണ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അബൂജഹലിന്റെ ചോദ്യമാണ്, അതുമിനു ബിഹാദസ് സാഹിർ, നിങ്ങൾ ഈ മാരണക്കാരനെ അംഗീകരിക്കുകയാണോ? അല്ല, അല്ല, ഞാനിത് പ്രവാചകനെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചാദരിക്കുകയാണ്. ഹബീബ് ഇബ്നു മാലിക് അവിടെ നിന്ന് ശാമിലേക്ക് മടങ്ങുന്നു. ബാക്കി അല്പം ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം.
സഹോദരന്മാരെ, മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാത തെളിയിച്ചു കൊടുത്തപ്പോ ഹബീബ് ഇബ്നു മാലിക്കിന് ആ വെളിച്ചം കിട്ടുകയാണ്. നാട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ വദഖല ഖസ്റഹു കൊട്ടാരത്തിലേക്ക് കടന്നപ്പോ ഫസ്തഖബലതു ബിന്തുഹു ഖായിലാ മകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമയങ്ങ് ചൊല്ലിയപ്പോ ഇദ്ദേഹം ചോദിച്ചു, മിൻ ഐന അലിംതി ഹാദിഹിൽ കലിമാത്ത്, ഇതെവിടുന്ന് കിട്ടി മോളെ? പറഞ്ഞു, ഒരാൾ ഉറക്കിൽ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടെന്ന്. ഇന്ന അബാക ഖദ് അസ്ലമ, വാപ്പ മുസ്ലിമായെന്ന്. അൽഹംദുലില്ലാഹ്, ഏപ്രിൽ 25 തരാം എന്ന വാക്കോടെ അബ്ദുൽ ഹമീദ് എന്ന സഹോദരൻ ഒരു സെന്റ് അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, റിഫഅത്ത് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഇത് ചെറിയ ഒരു പദ്ധതിയായി കാണാതെ നിങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് പരമാവധി സഹായിക്കണം. നാളെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയണം. അവസാനം ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സഹായം തേടി ജയിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരിൽ 1-2 ആളുകളെ നാളെ നമുക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുർ റഊഫ് എന്ന എസ്എസ്എഫിന്റെ യൂണിറ്റ് സെക്രട്ടറി 5000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, നീ റിഫഅത്ത് നൽകണേ റഹ്മാനെ. അതാ മഹാനരായ ഹബീബ് ഇബ്നു മാലിക് എന്നവരോട് മകൾ വന്ന് പറയാണ്, ഒരാൾ എന്നോട് കിനാവിൽ വന്ന് പറഞ്ഞു, വാപ്പ മുസ്ലിമായിട്ടുണ്ട്, നീ ഇസ്ലാമായാൽ നിന്റെ അസുഖങ്ങളെല്ലാം മാറിയതു തന്നെ. അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫഅസ്ബഹതു കമാ തറാനി, ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ എൻ്റെ വൈകല്യങ്ങളെല്ലാം മാറിപ്പോയി.